വി ഡി സതീശൻ തലസ്ഥാനത്ത് തമ്പടിച്ച രീതിയെക്കുറിച്ചൊക്കെ വി ഡി സതീശനൊപ്പം പ്രവർത്തിച്ചിരുന്ന ഒരു വനിതാ നേതാവ് തന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇപ്പോ സി പി എമ്മിന്റെ ഹാൻഡിലുകൾ, സി പി എമ്മിന്റെ സൈബർ ഇടങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ വി ഡി സതീശന്റെ സ്വയം പുകഴ്ത്തൽ പരിപാടി ഉണ്ടല്ലോ, സ്വയം പുകഴ്ത്തലും നുണ പറയലും, അതിനെ പൊളിച്ചടുക്കിക്കൊണ്ട് നാഴികയ്ക്ക് 40 വീഡിയോകളും 40 പോസ്റ്റുകളും ഒക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വി ഡി സതീശൻ ഒരു PR പ്രോഡക്റ്റ് ആണ്. PR പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ സ്വയം ആളുകളെ നിയോഗിച്ച് എന്നെ ഈ വിധമൊക്കെ പുകഴ്ത്തണം, ഞാൻ ചെയ്യുന്ന പ്രവർത്തികളും ഞാൻ പറയുന്ന വാക്കുകളും എല്ലാ മീഡിയകളിലും വരണം എന്ന ഉദ്ദേശത്തോടു കൂടി പെയ്ഡ് പബ്ലിക് റിലേഷൻസ് അതിലൂടെ ആളുകളെ നിയോഗിച്ച് അവരിലൂടെ പ്രശസ്തിയിലേക്ക് ഉയർന്നു വന്ന ഒരു നേതാവാണ് വി ഡി സതീശൻ. അതിനകത്ത് കേരളത്തിലെ ജനങ്ങൾക്ക് തർക്കമൊന്നും ഉണ്ടാവുകയില്ല. അപ്പോ എങ്ങനെ വീണാലും താങ്ങി നിർത്താൻ പാകത്തില് മാധ്യമങ്ങളെ ചാക്കിട്ട് നിർത്തുന്നതിലും വി ഡി സതീശൻ ഒരു വമ്പൻ പുലിയാണ്. നമുക്കറിയാം, വി ഡി സതീശൻ ഈ അടുത്ത കാലത്ത് നടത്തിയ പ്രസ്താവനകളൊക്കെ തന്നെ നുണ ആയിരുന്നു, ശുദ്ധ നുണയായിരുന്നു എന്ന് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. എന്നിട്ടും വി ഡി സതീശന് മാധ്യമ സ്വാധീനം കുറയുന്നില്ല, വി ഡി സതീശന് ജനസ്വാധീനം കുറയുന്നില്ല. വി ഡി സതീശൻ അണികളെ ഇപ്പോഴും UDF-ലേക്കും കോൺഗ്രസിലേക്കും ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് വരുന്നിടത്ത് വി ഡി സതീശന്റെ PR വർക്ക് വളരെ സംഭവ ബഹുലമായി വിജയിച്ചു എന്ന് വേണം കരുതാനല്ല, ആ PR വർക്ക് വളരെയധികം വിജയിച്ചിട്ടുണ്ട്. അതേ അവസരം തന്നെ വി ഡി സതീശൻ ഒരു PR പ്രോഡക്റ്റ് ആണെന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് കൃത്യമായി അറിയുകയും ചെയ്യാം. അതുകൊണ്ടാണ് NDTV നടത്തിയ ഒരു സർവേയുടെ ഫലം വന്നപ്പോ വി ഡി സതീശൻ ഇത്ര ശതമാനം 46% വോട്ട് നേടി മുഖ്യമന്ത്രിയായി മാറുമെന്ന സർവേ ഫലം പുറത്തു വന്നപ്പോ വി ഡി സതീശനെതിരെ രമേശ് ചെന്നിത്തല പറഞ്ഞത് സ്വന്തം താല്പര്യം സംരക്ഷിക്കാൻ, സ്വന്തം ഇഷ്ടങ്ങൾ വിളിച്ചു പറയാൻ കാശ് കൊടുത്ത് ആർക്ക് വേണമെങ്കിലും സർവേ നടത്താമെന്നാണ്. വി ഡി സതീശന്റെ മേൽനോട്ടത്തിൽ ഏകദേശം 11 സർവേകളാണ് UDF ക്യാമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കനകോലുവിന്റെ പൊളിറ്റിക്കൽ സർവേ വേറെ തരത്തിൽ നടക്കുന്നുണ്ട്. ഈ സർവേകളിലൊക്കെ മുഴച്ചു നിൽക്കുന്നത് വി ഡി സതീശന്റെ മുഖം, എന്റെ ഫുൾ ഫിഗർ, എന്റെ പേര്, എന്റെ തല എന്ന് പറയുന്ന രീതിയിലാണ്. അതുകൊണ്ടാണ് CPM സൈബർ ഇടങ്ങൾ ഈ PR വർക്കിനെ പൊളിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അതിൽ ഒന്നാമത് അവർ ആയുധമാക്കുന്നത് വി ഡി സതീശന്റെ PR ഗ്രൂപ്പ് പബ്ലിസിറ്റി കൊടുത്ത ജനങ്ങളെ തന്നിലേക്ക് ആകർഷിക്കാൻ, ഞാൻ ജനങ്ങൾക്ക് വേണ്ടി ഇത്രമാത്രം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കാൻ, വരുത്തി തീർക്കാൻ വി ഡി സതീശൻ തന്നെ ആയുധമായി ഉപയോഗിച്ച വീഡിയോകളും പ്രസ്താവനകളുമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു ചാനൽ കണ്ടപ്പോ, ഒരു ചാനൽ മീൻസ് സോഷ്യൽ മീഡിയ ഹാൻഡിൽ കണ്ടപ്പോ, ഒരു ചെറുപ്പക്കാരൻ വി ഡി സതീശന്റെ കഴിഞ്ഞ ആഴ്ചത്തെ 5 പ്രധാനപ്പെട്ട നുണകളാണ് അവതരിപ്പിച്ചത്. അതായത് വി ഡി സതീശൻ പറഞ്ഞ നുണകൾ അദ്ദേഹം ഫാക്ട് വെച്ച് സത്യസന്ധമായ കാര്യങ്ങൾ അവതരിപ്പിച്ച് പൊളിച്ചെടുക്കുകയാണ്. അടുത്ത മറ്റൊന്ന് പുനർജനി വിവാദം. നമുക്കറിയാം, പുനർജനി സംഭവത്തിന്റെ തട്ടിപ്പ് നടന്നത് എങ്ങനെയാണെന്നറിയാം. ഒരു നിയമസഭാ സാമാജികൻ വിദേശത്ത് പോകുന്നതിന് തന്നെ അനുമതി വേണം, പ്രത്യേക അനുമതിയോടുകൂടി വിദേശത്ത് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് സംഭാവന പിരിക്കാൻ പാടില്ല എന്നതാണ് നിയമവും ചട്ടവും. അങ്ങനെ നിയമവും ചട്ടവും നിലനിൽക്കെ തന്നെ വി ഡി സതീശൻ UK-യിൽ പോയി അവിടെ നിന്ന് പരസ്യമായി അവിടെ നിന്ന് കാശ് ആവശ്യപ്പെടുന്ന വീഡിയോ പങ്കുവച്ചത് വി ഡി സതീശന്റെ PR ഗ്രൂപ്പ് തന്നെയാണ്. അത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണെന്ന് മാത്രം. എന്നാൽ ഇപ്പോഴത് കേസും വഴക്കുമൊക്കെയായി വിജിലൻസ് അന്വേഷണവും CBI എൻക്വയറി വരെ വരാൻ സാധ്യതയുണ്ടെന്നും തിരിച്ചറിഞ്ഞ ശേഷം അതിനെ മുക്കാൻ ശ്രമിച്ചു. പക്ഷേ അന്നേ ഇതൊക്കെ ആളുകൾ ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിച്ചിരുന്നു, കാരണം ഇതിനകത്തൊരു നിയമപ്രശ്നമുണ്ടെന്ന്. എന്നിട്ട് വി ഡി സതീശൻ PR ഏജൻസി വി ഡി സതീശന് വേണ്ടി ഉപയോഗിച്ച വീഡിയോ വെച്ച് തന്നെ സതീശനെ പൊളിച്ചെടുക്കുകയാണ് ഇടത് സൈബർ ഇടങ്ങൾ. കാരണം അവിടെ പോയി നെയ്ത്യന്ത്രം വാങ്ങുന്നതിന് ഇത്ര പൗണ്ട് വെച്ചെങ്കിലും നിങ്ങൾ തരണമെന്ന് ആവശ്യപ്പെടുന്ന വീഡിയോ വെച്ച് തന്നെ വി ഡി സതീശനെ ഇപ്പോൾ ഇടത് സൈബർ ഇടങ്ങൾ പൊളിച്ച് അടുക്കുന്നുണ്ട്. മല്ലു ട്രോളന്മാരാണെങ്കിൽ അതിനകത്ത് സതീശൻ ട്രോൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ സതീശൻ പറഞ്ഞ വാക്കുകളും സതീശൻ പറഞ്ഞ നുണകളും ഒക്കെ ഒന്നിനു പുറകെ ഒന്നൊന്നായി 1000 വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഞാൻ പറഞ്ഞു വരുന്നത്, വി ഡി സതീശൻ എന്ന് മാത്രമല്ല, PR പ്രോഡക്റ്റ് ആയിട്ടുള്ള എല്ലാ നേതാക്കൾക്കും PR ഏജൻസികൾ ഒരുപാട് പിന്തുണ നൽകുന്നുണ്ട്. പക്ഷേ നുണ ഫാക്ടറിയിൽ നുണകൾ മാത്രം വിളമ്പി നുണ ഫാക്ടറിയിലൂടെ വരുന്ന ഒരാൾക്ക് എന്നായാലും കാലം ചില തിരിച്ചടികൾ നൽകും. അങ്ങനെ തിരിച്ചടി ലഭിച്ച കേരളത്തിലെ സുപ്രധാന നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ ഒൺ ആൻഡ് ഓൺലി വി ഡി സതീശൻ എന്ന് നമുക്ക് പറയേണ്ടി വരും.